ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. കൊച്ചിയിൽ നടക്കുന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റിൽ മിന്നുക്കുട്ടി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ആണിത്. ആ പ്രോഗ്രാമിൽ പോയതിൻ്റെ ഞങ്ങളുടെ എക്സ്പീരിയൻസാണ് ഈ വീഡിയോയിലുള്ളത്. ഏട്ടൻ നാട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ പോകുമ്പോൾ അച്ഛനും അമ്മയാണ് കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നത്. മോനെ ചേച്ചിയുടെ വീട്ടിലാക്കിയിട്ടാണ് ഞങ്ങൾ പോയിരുന്നത്. രാവിലെ 5 മണിക്കുള്ള ട്രെയിനാണ് ഞങ്ങൾ പോകാനിറങ്ങിയത്. നമ്മളൊരു 4 മണിയാകുമ്പോൾ കണ്ണൂരിലെത്തി. അവിടെ നിന്നും ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ഒരു ചായ കുടിക്കാൻ പോയി. അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അവിടെ ഇരുന്നു. ഒരു 4:30 ആയപ്പോഴാണ് ട്രെയിനിൽ ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് തന്നത്. അങ്ങനെ ഞങ്ങൾ പിന്നെ ട്രെയിനിൽ കയറിയിരുന്നു. ഒരു 5 മണിയായപ്പോഴേക്കും ട്രെയിൻ അവിടെ നിന്ന് വിട്ടു. അങ്ങനെ ഒരു 11 മണിയായപ്പോഴേക്കും ഞങ്ങൾ എറണാകുളം ജംഗ്ഷനിൽ ട്രെയിൻ ഇറങ്ങി. ഞങ്ങൾ അവിടെ ഇറങ്ങിയ പാട് ഞങ്ങൾ ഫസ്റ്റ് ചെയ്തത് ഒരു റൂം അന്വേഷിക്കുകയായിരുന്നു. കാരണം ഇത് 12,000 കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാനോ അല്ലെങ്കിൽ അവിടെ റൂം ബുക്ക് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ യാതൊരു തയ്യാറെടുപ്പും ഇല്ലാതെയായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ അവിടെ ട്രെയിൻ ഇറങ്ങിയ പാട് തന്നെ അവിടെ അതിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റുള്ള ഉമ്മീസ് റെസ്റ്റോറൻറ്റിൽ പോയി റൂം ചോദിക്കുകയും അവിടെ റൂം അവൈലബിൾ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ റൂം എടുത്തു. മുന്നിൽ ഹോട്ടലും പരിധി നടക്കും, നമ്മൾ പുറകെ ഇതന്നെ അശോക് ഭവൻ. പായസം എടുത്ത് കൊടുക്കുക, അപ്പോഴത്തേക്ക് നിൻ്റെ ഫ്രൈഡ് റൈസ് വരും. പിന്നെ അടിപൊളി ഫ്രൈഡ് റൈസ് ആണല്ല. ഭക്ഷണം കഴിച്ചതിന് ശേഷം തിരിച്ച് ഞങ്ങൾ റൂമിലെത്തി. അവിടെ നിന്ന് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മിന്നിക്കുട്ടിയുടെ പ്രോഗ്രാമിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ധരിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങളൊരു ഓട്ടോനാണ് ഞങ്ങൾ പ്രോഗ്രാമിൻ്റെ സ്ഥലത്തേക്ക് പോയത്. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അവർ 3 മണിക്കായിരുന്നു ഞങ്ങളോട് അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ ബ്ലോക്കിലൊക്കെ പെട്ടതുകൊണ്ട് തന്നെ 4 മണി ആകാനായപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത്. യാതൊരു ഐഡിയയും ഇല്ലാതെയാണ് ഞങ്ങൾ കലൂർ സ്റ്റേഡിയത്തിലേക്ക് പോയത്. നല്ല തിരക്കുണ്ടായിരുന്നു. എവിടെ നോക്കിയാലും ഡാൻസിൻ്റെ കോസ്റ്റ്യൂം ഇട്ട ആൾക്കാരായിരുന്നു. കളിക്കാൻ വേണ്ടി പോകുന്നു. എനിക്കുട്ടിയെ ഇപ്പം അടുത്ത് കയറ്റി വിടും. അവളെ QR കോഡ് ഇല്ലായിട്ട് നമ്മളതാക്കാൻ വേണ്ടിയിട്ട് ആദ്യം അങ്ങ് പോയി. ഓൾ ദി ബെസ്റ്റ് കേട്ടാ. സ്റ്റേഡിയത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു 12 ഗേറ്റോളം ഉണ്ടായിരുന്നു. പ്രോഗ്രാം ചെയ്യുന്നവർ കടക്കുന്ന ഗേറ്റിലേക്ക് കൂടി ഞങ്ങൾക്ക് കടക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. അങ്ങനെ 1ാമത്തെ ഗേറ്റിൽ കൂടി ഞങ്ങൾ മിന്നുക്കുട്ടിയെ അകത്തേക്ക് കടത്തി വിട്ടു. പിന്നെ വേറൊരു ഗേറ്റിൽ കൂടിയാണ് ഞങ്ങൾ ഗാലറിയിൽ വന്നിരുന്നത്. അവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പ്രോഗ്രാം കഴിഞ്ഞാൽ മിന്നുക്കുട്ടി എങ്ങനെ ഞങ്ങൾ കാണുമെന്ന കൺഫ്യൂഷൻ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം അവിടെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പോയി. പക്ഷേ ഓരോ ഗേറ്റിൻ്റെ അടുത്തൊന്നും അവർ ഉള്ളിലേക്ക് കടത്തി വിടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവിടെ കണ്ട പോലീസുകാരനോട് കംപ്ലൈൻറ്റ് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്നെയും കൂട്ടി ഉള്ളിലേക്ക് ഗ്രൗണ്ടിലേക്ക് പോയി. അവിടെ എത്തി ഞങ്ങൾ 2 പേരും കൂടി മോളെ മൊത്തം നോക്കിയിരുന്നു. പക്ഷേ എല്ലാവരും ഒരേ കോസ്റ്റ്യൂമിലായത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ നേരെ സ്റ്റേജിൻ്റെ അവിടത്തേക്ക് പോയിട്ട്
ആങ്കറിനോട് പറഞ്ഞിട്ട് അദ്ദേഹം അനൗൺസ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ മോള് വേഗം എൻ്റെ അടുത്തേക്ക് വന്നു. രവീണ രാജൻ എന്ന് പറയുന്ന ഒരു കുട്ടി കണ്ണൂരിൽ നിന്ന് വന്നതാണ്. ഷീ സംവേ ഹിയർ സ്കാറ്റേർഡ്. അപ്പോൾ അവരുടെ ഗാർഡിയൻ ഇവിടെ എത്തിയിട്ടുണ്ട്. സോ രവീണ രാജൻ ഒന്ന് സ്റ്റേജിന് മുമ്പിലേക്ക് എത്തിച്ചേരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. രവീണ രാജൻ, ഇഫ് യു ആർ ലിസ്ണിംഗ് ടു ദിസ്, ഒന്ന് സ്റ്റേജിന് മുന്നിലേക്ക് എത്തിച്ചേരണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. സഖിയേ നീ കണ്ട പ്രോഗ്രാം നടക്കുന്നതിന് തൊട്ടു മുന്നേ ഏകദേശം ഈ ഒരു സമയത്തായിരുന്നു MLA ഉമാ തോമസ് സ്റ്റേജിൽ നിന്ന് താഴേക്ക് വീണിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെയായിരുന്നു അവർ വീണിട്ടുണ്ടായിരുന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ അവിടെ ആൾക്കാർ കൂടിയിട്ട് അവർ എടുത്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആരാണ് വീണതെന്നോ എന്താ പറ്റിയതെന്നോ ആ സമയത്ത് ഞങ്ങൾക്കറിയില്ലായിരുന്നു. നമ്മളെല്ലാവരും ഇവിടെ തയ്യാറായി എത്തി നിൽക്കുകയാണ്. 3, 2, 1.
ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ഒന്ന് വിശ്രമിക്കാം. ഇനി ചെറിയൊരു റെസ്റ്റിംഗ് ടൈമാണ് ഞങ്ങൾ തരുന്നത് നിങ്ങൾക്ക് വേണ്ടി. ഇവരുടെ ടീച്ചേഴ്സ് എല്ലാവർക്കും ഒരു വലിയ കൈയടി നൽകുന്നു. മൃദംഗ വിഷൻ, താങ്ക് യു സോ മച്ച്. കാരണം നിങ്ങളില്ലാതെ ഞങ്ങൾക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇത്രയും ടീച്ചേഴ്സിനാണ് നിരത്തി. പിന്നെ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്തു തരാനായിട്ട് ഒരു മനസ്സോടെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഞങ്ങളുടെ സ്വന്തം മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട താരമായ ദിവ്യ ചേച്ചി ഞങ്ങളോടൊപ്പം തന്നെ നിന്നും ഞങ്ങൾക്ക് വേണ്ടുന്ന മോട്ടിവേഷൻ, the support, the perseverance that she had was impeccable. So ദിവ്യ ചേച്ചി, over to you. ഒരു വലിയ കൈയ്യടി നൽകാം. Now coming to the official part. So as I said, the current record was for 10,176. You were definitely much more than 11,500 plus, as I mentioned at the start. But everybody had to perform for minimum 5 minutes. The dance had to be in sync. It had to be of good quality performance. Checking everything, I'm delighted to say that you have set a new Guinness World Records title for the largest Bharatanatyam dance. Congratulations to all of you. ഗിന്നസ് വേൾഡ് റെക്കോർഡാണ്. അങ്ങനെ ഇതാ നമ്മളിവിടെ. താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി വി ലവ് യു സോ മച്ച്. ഞങ്ങൾ എല്ലാ സുന്ദരിമാർക്കും സുന്ദരന്മാർക്കും ഇവിടെ എത്തിച്ചേർന്ന ടീച്ചേഴ്സ്, പാരൻസ് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു വലിയ നന്ദി പറഞ്ഞുകൊണ്ട് കൊച്ചി കൊച്ചി എന്ന് പറയാൻ പറ്റില്ല, കാരണം ഓൾ ഓഫ് ദ വേൾഡ് ഇസ് ഓൾ ഹിയർ. സോ താങ്ക് യു സോ മച്ച്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ടായിരുന്നു. MLA വീണതും പിന്നെ സ്റ്റേജ് നിർമ്മാണവും ഒക്കെ അത് അത്രയും ദൗർഭാഗ്യകരമായ ഒരു സംഗതിയാണ്. പക്ഷേ ഞങ്ങൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതും തിരിച്ചു വന്നതും ഒരുപാട് സന്തോഷത്തിലാണ്. ഞങ്ങൾക്കവിടെ ഒരു നെഗറ്റീവും തോന്നിയിരുന്നില്ല. അവർ ഞങ്ങളോടും രജിസ്റ്റർ ഫീ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ ഒരു തുക പറഞ്ഞു. അത് അംഗീകരിച്ചത് കൊണ്ടാണ് ഞാൻ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തത്, അല്ലാതെ അവർ ഞങ്ങളെ നിർബന്ധിച്ചത് കൊണ്ടല്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അതിനെ കുറ്റം പറയുന്നതിൽ കാര്യമില്ല, പറയേണ്ട കാര്യമില്ല. പിന്നെ അവർ സാരിക്ക് വേറെ തന്നെ പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പറയുന്നത് അവിടെ ആർക്കും കുടിവെള്ളം പോലും കിട്ടിയില്ലെന്നാണ്. എനിക്കും മോൾക്കും ചോദിച്ചപ്പോഴൊക്കെ അവർ ആവശ്യത്തിലധികം കുപ്പിവെള്ളവും ജ്യൂസും ബിസ്ക്കറ്റും ലേസും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ പ്രോഗ്രാം. ഇത് പങ്കെടുത്തതിൽ ഞങ്ങൾ ഒരുപാട് സന്തോഷത്തിലുമാണ്.